ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ എല്ലാവരും പുതിയ ക്ലാസ്സിലൊക്കെ എത്തി. അപ്പോൾ നമുക്ക് ഹിന്ദി പഠിക്കണ്ടേ? ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് സീഖോ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു കവിതയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കവിതയാണ്. ആദ്യം ഞാൻ ആ കവിതയൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്കതിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. फूलों से नित हंसना सीखो, बायरों से नित गाना, तरु की झुकी डालियों से नित सीखो, शीश झुकाना, सीख हवा के झोंकों से लो, कोमल भाव बहाना, दूध तथा पानी से सीखो, मिलना और मिलाना, सूरज की किरणों से सीखो, जगना और जगाना, लता और पेड़ों से सीखो, सबको गले लगाना, दीपक से सीखो जितना हो सके अंधेरा हराना, पृथ्वी से सीखो प्राणी की सच्ची सेवा करना, जलधारा से सीखो आगे जीवन पद में बढ़ना, और धुएं से सीखो हरदम ऊंचे ही पर चढ़ना. ശ്രീനാഥ് സിംഗ്, ഇതാണ് ഈ കവിയുടെ പേര്. അപ്പോൾ നമുക്കിതിൻ്റെ മീനിങ് നോക്കാം. ഈ കവിതയിൽ എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ രാവിലെ എണീച്ച് പുറത്തേക്ക് പോകുമ്പോഴും നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുമ്പോഴും എല്ലാം നിങ്ങൾ ചുറ്റുപാടും ഒബ്സർവ് ചെയ്യാറില്ലേ? അപ്പം നമ്മുടെ ചുറ്റും പ്രകൃതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, അതൊക്കെ നോക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുമോ? നമുക്ക് അവയിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ പലതും പഠിക്കാനുണ്ടോ? അങ്ങനെ പഠിക്കാനുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ പഠിക്കാനുള്ള പല കാര്യങ്ങളെ പറ്റിയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈനിൽ നോക്കാം. ഫൂലോം സേ നിത് ഹസ്ന സീക്കോ, ഭൗരോം സേ നിത് ഖാന. അപ്പം ഫൂലോം സേ, പൂക്കളിൽ നിന്ന്, നിത് ഹസ്ന സീക്കോ, എല്ലാ ദിവസവും നമുക്ക് ചിരിക്കാൻ പഠിക്കാം അല്ലേ? നല്ല പൂക്കൾ വിടർന്ന് പുഞ്ചിരിച്ച് നിൽക്കുന്ന, ഭംഗിയായിട്ട് വിടർന്ന് നിൽക്കുന്ന പൂക്കളെ കാണുമ്പോൾ നമുക്ക് ചിരി വരില്ലേ? ഒരു പുഞ്ചിരി നമുക്ക് വരില്ലേ? അവ ചിരിച്ച് നിൽക്കുന്ന പോലെ തോന്നില്ലേ? അപ്പോൾ നമ്മൾ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളിൽ നിന്ന് എന്നും ചിരിക്കാൻ പഠിക്കാം. ഭൗരോൻ സേ നിത് ഖാന. ആരാണ് ഭർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭൗരോൻ സേ എന്ന് പറഞ്ഞാൽ ബീസ് അല്ലെങ്കിൽ വണ്ടുകൾ. ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? എങ്ങനെയാണ് വണ്ടുകൾ വരിക? അല്ലേ? അപ്പോൾ അത് മൂളിപ്പാട്ട് പാടിക്കൊണ്ട് വരുന്നത് പോലെ നമുക്ക് തോന്നൂലേ? അപ്പോൾ അവയിൽ നിന്ന് നമുക്ക് പാട്ട് പാടാൻ പഠിക്കാം. അതാണ് ആദ്യത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. ഫൂലോം സേ നിത് ഹസ്ന സീഖോ, ഭൗരോം സേ നിത് ഗാന, തരു കെ ഝുക്കി ഡാലിയോം സേ നിത് സീഖോ, ശീഷ് ഝുകാന. തരു കി ഝുക്കി ഡാലിയോം, തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം, അതായത് ട്രീ. അപ്പോൾ മരങ്ങളുടെ താഴ്ന്ന ചില്ലകൾ, ഝുക്കി ഡാലിയോ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ചില്ലകൾ. അപ്പം വലിയ മരങ്ങളാണല്ലേ, ആ വലിയ മരത്തിൻ്റെയും ചില്ലകൾ എങ്ങനെയാണ് താഴ്ന്ന് ആണ് ഇരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ശിർ ഝുകാന, അതായത് തല താഴ്ത്താൻ പഠിക്കാം. തല താഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തിലും പോയി തല താഴ്ത്തണം എന്നല്ല അതിനർത്ഥം. അതായത് നമുക്ക് എപ്പോഴും ഒരു ഭവ്യതയോടെ ഇരിക്കണം. അതായത് നമുക്ക് അഹങ്കാരമില്ലാതെ നമ്മളെപ്പോഴും ഡൗൺ ടു എർത്തായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് മരങ്ങളിൻ്റെ താഴ്ന്ന ചില്ലയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ സ്വഭാവം, നമ്മൾ എപ്പോഴും ഡൗൺ ടു എർത്തായിട്ടിരിക്കണം. നെക്സ്റ്റ് ലൈൻ. सीख हवा के झोंकों से लो, कोमल भाव बहाना. സീഖ് ഹവ. ഹവ ആരാണ്? ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ് അല്ലെങ്കിൽ വിൻഡ്. എങ്ങനെയാണ് കാറ്റ് വരിക? കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? പല സ്ഥലത്തുനിന്ന് പലതായിട്ട്, ചില സമയത്ത് ശക്തിയായിട്ട് വരും, ചില സമയത്ത് ഇതിൽ വരും, ഭയങ്കര സ്ലോ ആയിട്ട് വരും. അതിൻ്റെ ആ ഒരു കാറ്റിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് കോമൽ ഭാവ് ബഹാന, നല്ല പല പല സോഫ്റ്റ് ആയിട്ടുള്ള ഭാവങ്ങൾ, അല്ലെങ്കിൽ പലതും പഠിക്കാനുണ്ട് നമുക്ക് കാറ്റിൽ നിന്ന്. നല്ല കോമലമായ ഭാവങ്ങളും, അതേപോലെ ഹവ എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ആവുന്നുണ്ടോ? ഇല്ല, അത് മെല്ലെ മെല്ലെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ലൈൻ.
दूध तथा पानी से सीखो मिलना और मिलाना. ദൂത് തഥാ പാനി. ദൂത് എന്ന് പറഞ്ഞാൽ പാല്, പാനി എന്ന് പറഞ്ഞാൽ വാട്ടർ. അപ്പോൾ വാട്ടറും മിൽക്കും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നന്നായി മിക്സായി പോയിട്ട് അത് രണ്ടും ഒന്നായി മാറും അല്ലേ? അപ്പോൾ പാലിൽ നിന്നും വെള്ളത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എപ്പോഴും മിൽന ഓർ മിലാന. അപ്പം ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലേ? ഇപ്പം നല്ല കൂട്ടുകാരുമായിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്ത് അവരുമായിട്ടെല്ലാം നന്നായി സംസാരിച്ച് എല്ലാവരും നല്ല കുട്ടികളായിട്ട് വളരുക. നെക്സ്റ്റ് ലൈൻ ഏതാണ്? सूरज की किरणों से सीखो जगना और जगाना. സൂരജ് കി കിരണവും. സൂരജ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ്, സണ്ണിൻ്റെ കിരണവും സേ സീഖോ. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാൻ പറ്റുക? ജഗ്ന ഓർ ജഗാന. ജഗ്ന ഓർ ജഗാന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ രാവിലെ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് പോയിട്ട് എണീപ്പിക്കണം എന്നല്ല. നമ്മൾ എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുക. നമ്മളെപ്പോഴും മടി പിടിച്ചിരിക്കാതെ നല്ല ആക്റ്റീവായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരെയും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ പ്രേരിപ്പിക്കുക. ഓക്കെ, നെക്സ്റ്റ് ലൈനാണ് ലത और पेड़ों से सीखो सबको गले लगाना. ലത എന്ന് പറഞ്ഞാൽ വള്ളികൾ. പേടോൻ സേ സീഖോ, പേട് എന്ന് പറഞ്ഞാൽ ട്രീ. അപ്പോൾ മരങ്ങളിൽ വള്ളികൾ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നില്ലേ? എങ്ങനെയാണ് അവർ ചുറ്റിപ്പിണഞ്ഞാണ് ഇരിക്കുന്നത്. അതായത് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഹഗ് ചെയ്തിരിക്കുന്ന പോലെ തോന്നും അല്ലേ? അവർ ഫ്രണ്ട്സാണ്, എപ്പോഴും അവർ നന്നായി ഒരുമിച്ചിരിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ സബ്കോ ഗലേ ലഗാന, അതായത് നമ്മൾ എല്ലാവരോടും, ഒരാൾ പാവപ്പെട്ടവരാണോ അവർ കാശുകാരാണോ അങ്ങനെയൊന്നും നോക്കാതെ എല്ലാവരുമായിട്ട് നമ്മൾ ഗലേ ലഗാന, ഹഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എല്ലാവരുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്ത് പ്രവർത്തിക്കുക. ദീപക് സേ സീഖോ ജിത്ന ഹോ സക്കെ അന്ധേരെ ഹരാന. ദീപക് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാ കണ്ടോ, ദീപക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലാമ്പ്, വിളക്കാണ്. ദീപക് സേ സീഖോ. വിളക്ക് എന്താ ചെയ്യുന്നത്? രാത്രി നമ്മുടെ റൂമിലൊക്കെ വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടൊക്കെ മാറും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളെ ജീവിതത്തിലുള്ള ഇരുട്ട് മാറുക, അതായത് ഒരു മോശമായ കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല പ്രവൃത്തികളിലേക്ക് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പൃഥ്വി സേ സീഖോ പ്രാണി കി സച്ചി സേവ കർണ. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി എന്താ ചെയ്യുന്നത്? ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും വളർത്തുകയല്ലേ? നമ്മളെല്ലാവരും എവിടെയാണ് താമസിക്കുന്നത്? ഈ എർത്തിലാണ് അല്ലേ? അപ്പോൾ എല്ലാ ജീവികളെയും സച്ചി സേവ, നല്ല ശരിയായ സത്യസന്ധമായ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊക്കെ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. ജൽധാര സേ സീഖോ ആകെ ജീവൻ പദ് മേ ബഡ്ന. ഇപ്പം ജൽധാര എന്ന് പറഞ്ഞാൽ എന്താ കണ്ടോ? ഇവിടെ റിവറില്ലേ? റിവർ എങ്ങനെയാണ്? റിവർ എപ്പോഴെങ്കിലും ബാക്കോട്ട് ഒഴുകുമോ? ഇല്ല, റിവർ എപ്പോഴും മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ റിവറിനെ കണ്ടിട്ട് നമ്മൾ എന്താ പഠിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക. ഒരിക്കലും പുറകോട്ട് പോവാതെ നല്ല കുട്ടികളായിട്ട് നന്നായി പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, इनी लास्ट लाइन और धुएं से सीखो हरदम ऊंचे ही पर चढ़ना. धुएं എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക അല്ലേ? പുക എങ്ങോട്ടാണ് പോകുന്നത്? കണ്ടോ, ചിമ്മിയിൽ പുക മേലോട്ടല്ലേ പോകുന്നത്? അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും താഴ്ന്നു പോകാൻ പാടില്ല. നമ്മൾ പഠിച്ച് മുന്നേറി മുകളിലോട്ട് പോകണം. ഓക്കെ, ഒരിക്കലും താഴേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഈ കവിതയുടെ മീനിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കവിത? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവിതയാണല്ലേ? നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇതുപോലെ തന്നെ പല കാര്യങ്ങളും ഇനിയുണ്ട്. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കി അതിൻ്റെ നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ
എക്സസൈസ് പോർഷൻസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് പറഞ്ഞു തരും. അതിൻ്റെ ഓരോ ലൈൻസും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് അതേപോലെ പഠിക്കണം. പക്ഷെ നമുക്കതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബാത് ചീത് കെ ലിയേ. അപ്പോൾ ഇത് നിങ്ങൾ എവിടെ എഴുതൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ടോ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആപ്കോ ഇസ് ചിത്ര മേ ക്യാ ക്യാ ദിഖായി ദേ രഹാ ഹേ. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? എന്തൊക്കെയാണ് കാണുന്നത്? പേഡ് അല്ലേ, ട്രീ, സൂരജ് സൂര്യൻ, പിന്നെയോ ബേർഡ്സ്, പിന്നെയോ ദ റിവർ, പിന്നെ ദ സ്റ്റോൺ, ഫ്ലവേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും, മൗണ്ടെയിൻ എല്ലാം ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ. അപ്പം നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുമായി സംസാരിക്കാം. നിങ്ങൾ ഈ ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെ നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ പേരറിയാം അത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് इनमें से कौन कौन सी वस्तुओं आप प्रतिदिन देखते हैं. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. അപ്പം ഇപ്പം നിങ്ങളൊരു മലപ്രദേശത്തിൽ അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും മൗണ്ടെയിൻ കാണാൻ പറ്റും, സൂര്യനെ കാണാൻ പറ്റും, പിന്നെ റിവർ കാണാൻ പറ്റും, ബേർഡ്സിനെ കാണാൻ പറ്റും, ട്രീസ് കാണാൻ പറ്റും അല്ലേ. ഇനി നിങ്ങളൊരു സിറ്റിയിൽ ജീവിക്കുന്ന ആളാണെങ്കിലോ നിങ്ങൾക്ക് എല്ലാ ദിവസവും റിവറും മൗണ്ടെയിനും ഒന്നും കാണാൻ പറ്റില്ല. ബട്ട് ഓഫ് കോഴ്സ് യു ക്യാൻ സീ സൺ അല്ലേ. പിന്നെയോ യു ക്യാൻ സീ ട്രീ, യു ക്യാൻ സീ ബേർഡ്സ്, അങ്ങനെ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഡെയിലി ലൈഫിൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. उगते हुए सूरज को देखकर आपके मन में किस प्रकार के भाव आते हैं. ഉഗ്തേ ഹുവേ സൂരജ് എന്ന് പറഞ്ഞാൽ ഉദിച്ചുയർന്നു വരുന്ന സൂര്യൻ, അതായത് സൺറൈസ് കാണാറില്ലേ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് നോക്കുമ്പോൾ സൂര്യൻ മുകളിലേക്ക് വരുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ നിങ്ങൾക്ക് തോന്നാറ്? നിങ്ങൾക്ക് എന്ത് തോന്നിയാലും അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വൺ, रंग बिरंगे फूलों को देखकर आपको कैसे लगता है. रंग बिरंगे फूलों എന്താ रंग बिरंगे फूलों? അല്ല, കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ്. സോ ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ കാണുമ്പോൾ വാട്ട് ഡു യു ഫീൽ? നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് എക്സസൈസിലേക്ക് പോവാം. കവിത കെ ബാത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു ചിത്രം തന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ കവിത കെ ബാത്. ഈ കവിതയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കിസ്സേ ക്യാ സീഖേ മിലാൻ കീജിയേ. മിലാൻ കീജിയ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കവിതയിലുള്ള പല കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന് റൈറ്റ് സൈഡിലും തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കവിത വായിച്ചതാണല്ലോ. അപ്പോൾ എന്താണ് ഓരോന്നിൽ നിന്നും പഠിക്കേണ്ടതെന്ന് നമുക്ക് മാച്ച് ചെയ്യാം. ഫസ്റ്റ് ആരാണ്? സൺ ആണല്ലേ, സൂരജ്. സൂരജിൽ നിന്ന് എന്തായിരുന്നു പഠിക്കേണ്ടത്? ഹസ്ന ആണോ? ചിരിക്കാനാണോ സൂര്യൻ പഠിപ്പിക്കുന്നത്? അല്ല, ജീവൻ മേ സദൈവ് ആകെ ബഡ്ന, അങ്ങനെയാണോ? അല്ല, കവിതയിൽ ജഗ്ന ഓർ ജഗാന. അപ്പോൾ സണ്ണിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ജഗ്ന ഓർ ജഗാന. ആൻഡ് സിമിലർലി ഫ്ലവർ അല്ലെങ്കിൽ ഫൂലിന് എന്താണ് പഠിക്കുന്നത്? ഹസ്ന. ഇനി ദീപക് അന്ധേര ദൂർ കർന. ഇനി ബരോംസെ, വണ്ടുകളിൽ നിന്ന് ബരോംസെ എന്താ പഠിക്കുക? ഗീത് ഗാന. ഗീത് ഗാന എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക. ഇനി ട്രീയുടെ താഴ്ന്ന കൊമ്പുകളിൽ നിന്ന് എന്തായിരുന്നു നമുക്ക് പഠിക്കേണ്ടത്? യെസ്, ശീഷ് ചുഖാന, തല കുനിക്കാനാണ് പഠിക്കേണ്ടത്. നെക്സ്റ്റ് റിവർ അല്ലേ, റിവർ അല്ലെങ്കിൽ ജൽധാര. ജൽധാരയിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? ജീവൻ മേ സദൈവ് ആകെ ബഡ്ന. അപ്പോൾ ഇത് വായിച്ചു നോക്കിയിട്ട് എല്ലാവരും ഇത് മാച്ച് ചെയ്യുക കേട്ടോ. അപ്പം നെക്സ്റ്റ് പോർഷൻ, നെക്സ്റ്റിൽ എന്താണ്?
कविता में किससे सीखने की बात आपको सबसे अच्छी लगी? आप उसका चित्र बनाओ और नाम लिखिए. അതായത് ഈ കവിതയിൽ പല കാര്യങ്ങളിൽ നിന്നും പലതും പഠിക്കണമെന്ന് നമ്മളിപ്പോൾ വായിച്ചു അല്ലേ? അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അപ്പം ചില ആൾക്കാർക്ക് പൂക്കളെ കണ്ടിട്ട് ചിരിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്കോ വണ്ടുകളെ കണ്ടിട്ട് അതുപോലെ പാട്ട് പാടാനായിരിക്കും ഇഷ്ടം, ചിലർ സൂര്യനെ കണ്ടിട്ട് ജഗ്ന ഓർ ജഗാന. അപ്പം ഓരോരുത്തർക്കും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, ഇവിടെ 2 ബോക്സസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തിനെയാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഭംഗിയുള്ള ഒരു ചിത്രം വരയ്ക്കുക, അതിനടിയിൽ അതിൻ്റെ പേരും എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ. पढ़िए और बताइए कि यह भाव कविता की किस पंक्ति में आया है. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സെൻറ്റൻസ് കവിതയിലുള്ള ഏത് ലൈനുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, पेड़ों के झुकी डालियों से हमें यह सीखना है कि हमें हमेशा विनम्र रहना चाहिए. അതായത് മരങ്ങളുടെ താഴ്ന്ന ചില്ലകളിൽ നിന്ന് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് നമ്മുടെ തല കുനിച്ച് നമ്മൾ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടിരിക്കണം എന്നാണ്. ഇത് ഏത് ലൈൻ എന്നാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമുക്ക് നോക്കാം. तरु की झुकी डालियों से निध सीखो शीश झुकाना. അപ്പം ഇതാണ് ആ ലൈൻ. ഇതേപോലെ ഇതേപോലെ ഇനി നെക്സ്റ്റ് ലൈൻ, हवा के झोंकों से हमें सीखना है कि हम हमेशा कुछ न कुछ काम करते रहते रहे. അതായത് കാറ്റിൻ്റെ മൂവ്മെൻറ്റിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ്, നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതേത് ലൈനായിരുന്നു? സെക്കൻഡ് ലൈൻ അല്ലേ? ഓക്കെ, അങ്ങനെ നിങ്ങളിത് വായിച്ചു നോക്കിയിട്ട് അത് ഏത് ലൈനാണെന്ന് മനസ്സിലാക്കി ഇവിടെ ഈ ഒരു ബ്ലാങ്കിൽ ആ ലൈൻ എഴുതി വെക്കണം. नेक्स्ट, नदी नहर से हमें सीखना है कि जीवन आगे बढ़ने का नाम है और हमें आगे बढ़ते रहना चाहिए. അപ്പോൾ നദിയുടെ ഒഴുക്ക് കണ്ടിട്ട് നമ്മുടെ സ്ട്രീംസ് ഒക്കെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ജീവിതം, നമ്മുടെ ജീവൻ എപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളും അതിൻ്റെ കൂടെ മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് പഠിക്കണം അല്ലേ? അത് ഏത് ലൈനായിരുന്നു? ഒരു ലൈനല്ലേ, ജൽദാരാസേക്യാ സീഖ്ന, അതെ ആ ലൈനാണ്. അപ്പോൾ കവിതയിൽ നിന്ന് പഠിച്ചിട്ട് ആ ലൈൻ ഇവിടെ എഴുതി വെക്കണം. ഓക്കെ, എന്താണ് ഇനി നെക്സ്റ്റ് വൺ? കവിതാസെ ആകെ. ഓക്കെ, കവിതാസെ ആകെ എന്ന് പറഞ്ഞാൽ ഇനി കവിതയും കഴിഞ്ഞിട്ട്, ഇനി ഈ കവിതയിൽ നിന്നല്ല, നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ലൈൻസ് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു തരും. കഠിനമായ സെൻറ്റൻസുകൾ ഇപ്പോൾ തൽക്കാലം പഠിക്കണ്ട, ടീച്ചേഴ്സ് എന്താണോ പറഞ്ഞു തരുന്നത് അത് തന്നെ പഠിച്ചാൽ മതി. എന്നാലും നമുക്കിതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. सूरज से जगना और जगाना सीखने की बात कही गई है. हम सूरज से और क्या क्या सीख सकते हैं? कोई 2 बातें लिखिए. അതായത് ഈ കവിതയിൽ നമ്മളെടുത്ത് സൂരജ് എന്താണ് പഠിക്കേണ്ടത്? ജഗ്ന ഓർ ജഗാന, നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കാനും മറ്റുള്ളവരെ അതേപോലെ ഉണർന്ന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാനുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇതല്ലാതെ നിങ്ങൾക്ക് സൂര്യനെ കാണുമ്പം എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൂരജിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തരും. എന്നാലും നമുക്ക് 2-3 എക്സാമ്പിൾസ് പറയാം. എന്തൊക്കെയാണ്? എല്ലാ ദിവസവും രാവിലെ സൂര്യൻ എഴുന്നേറ്റ് കൃത്യസമയത്ത് പൊങ്ങി വരും അല്ലേ? നമ്മുടെ മാതിരി നമുക്ക് ഇന്ന് സൺഡേ ആണ്, കുറച്ച് കൂടുതൽ സമയം ഉറങ്ങാമെന്ന് സൂര്യൻ വിചാരിക്കാറുണ്ടോ? ഇല്ല. അപ്പം നല്ല കൃത്യനിഷ്ഠ, നല്ല പങ്ക്ച്വാലിറ്റി നമുക്ക് പഠിക്കാം അല്ലേ? അതേപോലെ സൂര്യൻ നല്ല പ്രകാശത്തോടെ എല്ലാവർക്കും വെളിച്ചം കൊടുക്കും അല്ലേ? അതേപോലെ നമുക്കും എല്ലാവർക്കും എപ്പോഴും സന്തോഷം കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആ സെൻറ്റൻസ് നമുക്ക് എഴുതാം. നെക്സ്റ്റ് സെക്കൻഡ് വൺ, लता और पेड़ों से एक दूसरे से साथ प्रेम और सद्भाव की बात सीखने के लिए कहा है. ലത ഓർ പേഡ്, അതായത് വള്ളികളും മരങ്ങളും ഒക്കെ എപ്പോഴും ഒരുമിച്ച് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്ത് നല്ല ഫ്രണ്ട്സായിട്ട് നന്നായി മിങ്കിൾ ചെയ്ത് ജീവിക്കാനല്ലേ നമ്മൾ പഠിച്ചത് കവിതയിൽ. അതേപോലെ അതിൽ നിന്നും വേറെ എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതാം.
എന്താണ്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം, മറ്റുള്ളവരെ ഹാപ്പി ആക്കാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഹെൽപ്പ് ചെയ്യാം, അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതാം. ഇനി हम सभी को कोई ना कोई विशेषता अवश्य होती है. आप अपने सहपाठी की कौन सी बात सीखना चाहते हैं? അപ്പം നമുക്ക് ഓരോരുത്തർക്കും നല്ല സ്വഭാവങ്ങൾ, കുറേ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കില്ലേ? എല്ലാവർക്കും നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവും. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഏത് നല്ല സ്വഭാവമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാൻ താല്പര്യമുള്ളത്, അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട് നല്ല നീറ്റായിട്ട് നോട്ട്ബുക്കിൽ നിന്നും ചീത്തയാക്കാതെ നല്ല ഭംഗിയായിട്ട് എഴുതി വൃത്തിയായി സൂക്ഷിക്കുന്നൊരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിലോ, ആ ഒരു ശീലം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ അത് കോപ്പി ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കില്ലേ? അതേപോലെ നിങ്ങളുടെ നന്നായി ഗെയിമൊക്കെ കളിക്കാനറിയുന്ന, നല്ല ഫുട്ബോൾ കളിക്കാൻ അറിയുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ അറിയുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കില്ലേ? അപ്പോൾ ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ ഇഷ്ടമുള്ളതെന്ന് ഇവിടെ ബോക്സിൽ എഴുതാം. ഓക്കെ. ഭാഷാ കി ബാത്. അതെ, ഈ കവിതയിൽ പല വേർഡ്സും ന്യൂ വേർഡ്സാണ്. നിങ്ങൾക്ക് പല വേർഡ്സും കാണുമ്പം തന്നെ നമുക്കതിൻ്റെ മീനിങ് അറിയില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്ങുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്? തരു. എന്താണ്? പേഡ്. പേഡ്, ട്രീ. അപ്പോൾ തരു എന്ന് പറഞ്ഞാൽ ട്രീ ആണ്. നെക്സ്റ്റ് ശീഷ് എന്ന് പറഞ്ഞാൽ സിർ അല്ലെങ്കിൽ ഹെഡ്, നിങ്ങളുടെ തല, അതാണ് ശീഷ് എന്ന് പറഞ്ഞാൽ. ഇനി പൃഥ്വി എന്ന് പറഞ്ഞാൽ ധർത്തി, ഭൂമി അല്ലെങ്കിൽ എർത്ത്. ഹർന എന്ന് പറഞ്ഞാൽ ദൂർ കർണ, അകറ്റി നിർത്തുക. അതായത് നിങ്ങൾക്കൊരു ഭയമുണ്ടെങ്കിൽ ഭയത്തിന് അകറ്റുക. ഓക്കെ, അങ്ങനെയാണ്. നെക്സ്റ്റ് പദ് എന്ന് പറഞ്ഞാൽ വഴി, രാസ്ത മാർഗ്, അല്ലെങ്കിൽ ഒരു പാത്തിനാണ് പദ് എന്ന് പറയുന്നത്. ऊपर दी गई सूजी को ध्यान से पढ़िए. इनमें से कोई 2 शब्द लेकर वाक्य बनाइए. അപ്പോൾ ഈ മുകളിൽ തന്നിരിക്കുന്ന വാക്കുകൾ കണ്ടില്ലേ? കുറേ പുതിയ വേർഡ്സ് തന്നിട്ടില്ലേ? അപ്പോൾ ഈ വേർഡ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്യ ബനായിയേ. അപ്പോൾ ഇതും നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് പറഞ്ഞു തരും. നിങ്ങൾ ഇപ്പം കൂടുതൽ പഠിക്കണ്ട, നിങ്ങൾ ആ ഒരു വേർഡ്സ് മാത്രം തൽക്കാലത്തേക്ക് പഠിക്കുക. എന്നാലും നമുക്കൊരു ഫോർ എക്സാമ്പിൾ പേഡ്. എന്താണ് പേഡ്? പേഡ് ഹമേ ഛായ ദേത്തി ഹേ, അതായത് നമുക്ക് തണൽ തരുന്നു, അല്ലേ? അങ്ങനെ വഴി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സെൻറ്റൻസ് എടുത്തിട്ട് അതിനെ ഹിന്ദിയിലാക്കിയിട്ട് ഇവിടെ എഴുതാം. അതില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന ആ സെൻറ്റൻസ് അതുപോലെ പഠിക്കാം. दूध और पानी से सीखो मिलना और मिलाना. रेखांकित शब्दों के समान कुछ और शब्द बनाइए. അതായത് ഇപ്പോൾ മിൽന ഓർ മിലാന, ഓക്കെ, മിക്സ് ചെയ്യാനും നമുക്ക് എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇടപഴകാനും നമ്മൾ മറ്റുള്ളവരെ അങ്ങനെ ചെയ്യിപ്പിക്കാനും, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതേപോലത്തെ സിമിലർ വേർഡ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഹസ്ന, ചിരിക്കുക, ഓർ ഹസാന, നമ്മൾ ചിരിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ ചിരിപ്പിക്കുക കൂടെ ചെയ്യുക. ഖാന ഓർ ഖിലാന, നമ്മൾ ഭക്ഷണം കഴിക്കുക, മറ്റുള്ളവരെ ഭക്ഷണം കഴിപ്പിക്കുക. അപ്പോൾ ഇതേപോലത്തെ സിമിലർ വേർഡ്സ് ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേർഡ്സ് അറിയെങ്കിലും നിങ്ങൾക്ക് എഴുതാം. കുറച്ച് എക്സാമ്പിൾ വേർഡ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിലും, ഇപ്പോൾ ഖാന എന്ന് പറയുന്നത് പോലെ പീന, വെള്ളം കുടിക്കുക, അല്ലേ? അപ്പോൾ പീന ഓർ പിലാന, നമ്മൾ കുടിക്കുക, നമ്മൾ മറ്റുള്ളവരെ കുടിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ കരയുക, റോന, നമ്മൾ കരയുക മാത്രമല്ല നമ്മൾ മറ്റുള്ളവരെ കരയിപ്പിക്കുക കൂടെ ചെയ്യുകയാണെങ്കിലോ, അതെ, റോന ഓർ റുലാന. ഇനി പഠന ഓർ പഠാന, നമ്മൾ വായിക്കുക, നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുക. അപ്പോൾ അതേപോലെ പല പല വേർഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ അതേപോലത്തെ സിമിലർ വേർഡ്സ് കിട്ടും, അതിവിടെ എഴുതുക. स और प वर्ण से प्रारंभ होने वाले शब्दों को कविता से खोज कर लिखिए. ഓക്കെ, അപ്പോൾ ഇവിടെ 2 വേർഡ്സ് തന്നിട്ടുണ്ട്, സ ആൻഡ് പ. അപ്പോൾ
സാ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്. സീഖോ, പാ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് പാനി. അത് 2 എക്സാമ്പിൾസ് ആണ് അവർ തന്നിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഈ കവിതയിൽ നിന്നും കണ്ടുപിടിച്ചിട്ട് അതേപോലത്തെ വേറെ വേർഡ്സ് എഴുതുക. കവിതയിൽ നോക്കാം ആ വേർഡ്സുള്ള ആ ഒരു പ അല്ലെങ്കിൽ സാല് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടോയെന്ന്. അതെ, സൂരജ്, സാ വെച്ചിട്ട് സൂരജ്, സബ്കോ, സച്ചി, അങ്ങനെ ഇനിയും വേർഡ്സ് ഉണ്ടാവും കേട്ടോ, നിങ്ങളത് കണ്ടുപിടിക്കണം. അതേപോലെ പ വെച്ചിട്ട് പൃഥ്വി, പ്രാണി, പിന്നെ എന്താ ഉള്ളത് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കണം. അപ്പോൾ അതേപോലെ പദ് അല്ലേ, പദ്, പർ, അങ്ങനെ പല വേർഡ്സും ഉണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ബ്ലാങ്കിൽ എഴുതി ചേർക്കണം. ഇനി നെക്സ്റ്റ് ഇതാണ് तालिका और तथा भा में दिए गए शब्दों का उच्चारण कीजिए और इनमें अंतर पहचानिए. താലിക എന്ന് പറഞ്ഞാൽ എന്താ, ടേബിൾ. ഓക്കെ, അപ്പോൾ ടേബിൾ എ, ടേബിൾ ബി അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ടേബിളിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ആ വേർഡ്സിൽ ചില വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം സിമിലർ വേർഡ്സ് ആണ്, പക്ഷേ അതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ്, അതെന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് പട ഓർ പഠ, കണ്ടോ, ഠ ഠ. അപ്പോൾ രണ്ടും ഒരേപോലെയാണ് വായിക്കുക, പക്ഷെ അതിൻ്റെ 2 ലാസ്റ്റിലുള്ള ഠ ഠ മാത്രമാണ് ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെ വേർഡ്സ് മാറ്റുന്ന സമയത്ത് അതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ഉണ്ടോ? അപ്പോൾ പട എന്ന് പറഞ്ഞാൽ ഇപ്പം വഹ് ഉദർ പട, അവിടെ കിടക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നു, അതാണ് ആ പടാൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ പഠ എന്ന് പറഞ്ഞാലോ, പഠ എന്ന് പറഞ്ഞാൽ റീഡിങ് അല്ലെങ്കിൽ നമ്മൾ വായിക്കുക. മേനെ പഠാധ അല്ലെങ്കിൽ മേനെ പഠീധി. അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കുക അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നതിനാണ് പഠ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വേർഡാണ് ബഡ ഓർ ബഡ. ഇതിൻ്റെ 2ൻ്റെ മീനിങ് എന്താണ്? ഫസ്റ്റ് ബഡ എന്ന് പറഞ്ഞാൽ ബിഗ്, ബഡാ ചീസ്, ബിഗ് തിങ്. ഓക്കെ, നെക്സ്റ്റ് ബഡ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നീങ്ങുക അല്ലെങ്കിൽ ആകെ ബഡ്ന, അപ്പോൾ മുന്നോട്ട് പോകുന്നതിനാണ് ബഡ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് അഡ്ന ഓർ ബഡ്ന. അഡ്ന എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ അഡ്ന, അതായത് ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, നമ്മൾ ഉറച്ചു നിൽക്കുന്നതിനാണ് ബഡ്ന എന്ന് പറയാം. ഇനി ബഡ്ന എന്ന് പറഞ്ഞാലോ, നേരത്തെ പറഞ്ഞ പോലെ ബഡ്ന, ആകെ ബഡ്ന. ഓക്കെ, അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതിനാണ് പറയാം. ഇനി ഉഡ്ന ഓർ പഠന. ഉഡ്ന എന്ന് പറഞ്ഞാൽ എന്താ? ഉഡ്ന എന്ന് പറഞ്ഞാൽ എണീക്കുക. പഠന എന്ന് പറഞ്ഞാലോ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പഠന എന്ന് പറഞ്ഞാൽ കിടക്കുക. ഓക്കെ, ഉഡ്ന എന്ന് പറഞ്ഞാൽ എണീക്കുക, പഠന എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അവിടെ കിടക്കുക അല്ലെങ്കിൽ അവിടെ നിൽക്കുക, അങ്ങനെയാണ് അർത്ഥം. ഇനി കടായി ഓർ കഠായി. കഠായി ഓർ കഠായി. അപ്പോൾ ഫസ്റ്റ് കഠായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ്നെസ് കാണിക്കുന്നതിനാണ് കഠായി എന്ന് പറയുക. ഇനി കഠായി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രമില്ലേ, കിച്ചണിൽ അടുക്കളയിലുള്ള വലിയ കടായി ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ആ പാത്രത്തിനാണ് കടായി എന്ന് പറയുക. ഇനി ലഡായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ അല്ലാണ്ടും ഒക്കെ ഫൈറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതിനാണ് ലഡായി കർണ. ഇനി ചടായി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലൊക്കെ മേലെ കയറുക. ഓക്കെ, അപ്പോൾ ചടായി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലൊക്കെ മേലെ കയറുന്നതിനാണ് ചടായി എന്ന് പറയാം. ഓക്കെ, ഇനി ഭൂഞ്ചോ തോ ജാനെ. ഭൂഞ്ചോ, ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് 2 റിഡിൽസ്, കടങ്കഥകൾ തന്നിട്ടുണ്ട്. അപ്പം അതൊരു ക്വസ്റ്റ്യനാണ്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ അർത്ഥം പറയാം, ഉത്തരം കണ്ടുപിടിക്കേണ്ട ഡ്യൂട്ടി നിങ്ങളുടെയാണ്. ഓക്കെ, ഉത്തരം ഞാൻ പറയില്ല. ആദ്യത്തേത്, एक फूल एक फल है भाई, एक फूल और एक फल है भाई, दोनों मिलकर बने मिठाई. ഒരു പൂവുണ്ട്, പിന്നെ ഒരു പഴമുണ്ട്, ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു സ്വീറ്റിൻ്റെ നെയിമായി മാറും. എന്താണ്? ആലോചിച്ച് നോക്കിയേ. ഒരു ഫൂൽ എന്ന് പറഞ്ഞാൽ ഒരു പൂവ്, എന്തെങ്കിലും ഒരു പൂവിൻ്റെ പേര് ആലോചിച്ച് നോക്കിയേ. റോസിൻ്റെ ഹിന്ദി വേർഡാണ് ഗുലാബ്. ഇപ്പം കിട്ടിയോ? ഇനി ഒരു ഫൽ ജാമുൻ ഒരു ഫല്ലാണ്. അപ്പോൾ ഒരു പൂവ്, ഗുലാബ് ആൻഡ് ഫൽ, ജാമുൻ, രണ്ടും കൂടി ചേർന്നാൽ എന്തായി?
ആ, ഗുലാബ് ജാമുൻ അല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്വീറ്റ് ആണോ? ഓക്കെ, അതാണ് ഫസ്റ്റ് റിഡിൽ. സെക്കൻഡ് റിഡിൻ്റെ ആൻസർ, ക്വസ്റ്റിൻ്റെ അർത്ഥം മാത്രമേ ഞാൻ പറയുള്ളൂ, ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. ബിനാ ബാൽ കി പൂച്ച് ലിയേ വഹ് ഭാഗ് രഹാ ഹേ. അപ്പോൾ രോമങ്ങളൊന്നും ഇല്ലാതെ നല്ല നീണ്ട വാലുമായിട്ട് ഒരാൾ ഓടി കളിക്കുകയാണ്. ആരാ? സബ് സോത്തെ വഹ് രാത് രാത് ഭർ ജഗ്രാത്ത ഹേ. രാത്രി എല്ലാവരും കിടക്കുമ്പം അങ്ങനെ വാലൊക്കെ നീട്ടി ഇലക്കി ഓടി ഓടി കളിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു കുഞ്ഞു ജീവിയാണ് അല്ലേ? ആരാണ്? കാട്ട് കാട്ട് കർ കാഗജ് കപ്പടെ ഖുഷ് ഹോത്താ ഹേ. എല്ലാ തുണിയും നമ്മുടെ പേപ്പറും എല്ലാം കടിച്ച് മുറിച്ച് ഭയങ്കര ഹാപ്പി ആവും. അതെല്ലാം കടിച്ച് മുറിച്ച് വെക്കും. നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുക? എല്ലാം കടിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടാവും. ബട്ട് ഹി വിൽ ബി വെരി ഹാപ്പി. ഓർ ഘരാത്ത് और ഘരാതൽ മേ നീച്ചെ ഘർ മേ സോത്താ ഹേ. അതെവിടെയാണ് കിടന്നുറങ്ങുക? നമ്മുടെ മാതിരി ബെഡിലൊന്നും അല്ല. ഇപ്പം മണ്ണിൻ്റെ നമ്മുടെ തറയുടെ അടിയിൽ കുഞ്ഞു വീട്ടിലാണ് അത് താമസിക്കുക അല്ലേ? എന്താണ് അത്? കമൻറ്റിൽ ആൻസർ എഴുതുക കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അത് ആണ് നെക്സ്റ്റ് വൺ. ഇനി ആയേ മിലാക്കർ ഗായേ. ആയേ പാഠ് മേ പഠി ഗയി കവിത കോ ഹം സാബ് മിലാക്കർ ഗായേ. അപ്പം നിങ്ങൾ ആ പാട്ട് നല്ല ഭംഗിയായിട്ട് ഉറക്കെ ഒന്ന് വായിച്ചു നോക്കുക അല്ലേ? നമുക്ക് കവിത ഒന്ന് ഉറക്കെ വായിച്ചാലോ? ഞാൻ ഓൾറെഡി വായിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ കവിത നല്ല ഉറക്കെ വായിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സീഖോ. അപ്പോൾ കവിത എല്ലാവരും വായിക്കുക, പഠിക്കുക. നമ്മുടെ എക്സസൈസൊക്കെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോയതാണ്. അപ്പം നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടതാണ്. അതിൻ്റെ മീനിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യാം. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, അപ്പം ബൈ ബൈ.